കൃത്യം ഒരു വർഷത്തിന് മുൻപ് മലയാളി പ്രേക്ഷകരെല്ലാവരും കണ്ണീരോടെ കണ്ട കാഴ്ചയായിരുന്നു നടി കാവ്യ മാധവന്റെ അച്ഛന്റെ മരണം. കാവ്യയുടെ സിനിമാ ലോക യാത്രയിലും അതുപോലെ ബിസിനസ് യാത്രയിലും കുടുംബജീവിതത്തിലും ഒക്കെ തണലായും താങ്ങായും നിന്ന ഒരു മനുഷ്യൻ. കാവ്യ മാധവൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നെടുംതൂണായി പ്രവർത്തിച്ച ഒരു വ്യക്തി. അതാണ് കാവ്യ മാധവന്റെ അച്ഛൻ മാധവനെക്കുറിച്ച് എല്ലാവർക്കും ഒറ്റവാക്കിൽ പറയാനുള്ളത്. ബാലതാരമായ അഭിനയം തുടങ്ങിയ കാവ്യ പിന്നീട് നിരവധി സിനിമകൾ അഭിനയിച്ച് മുന്നേറി വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഒരു മകളുമായി സുഖമായി ജീവിക്കുമ്പോഴും അതിനെല്ലാം അടിത്തറ കെട്ടിയതും അതിനെല്ലാം തന്നെ കാരണമായി മാറിയതും അവരുടെ അച്ഛൻ മാധവൻ തന്നെയാണ്. അതെന്നും ഒന്നാമതായി തന്നെ നിൽക്കുന്ന ഒരു കാര്യവുമാണ്. നടി കാവ്യ മാധവന്റെ അച്ഛൻ പി മാധവന്റെ ഓർമ്മ ദിവസം തന്നെയാണിന്ന്. അച്ഛൻ്റെ വേർപാടിൻ്റെ ഓർമ്മയിൽ കാവ്യ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടി ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു. അച്ഛനോടൊപ്പം മരിക്കുന്നതിന് മുൻപും അച്ഛനോടൊപ്പം ഏറ്റവും ചെറിയ ഓർമ്മയും കാവ്യ മാധവന്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസം താരം പങ്കുവച്ചു. അച്ഛനൊപ്പമുള്ള കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോയും അച്ഛൻ്റെ ഒരു സിംഗിൾ ഫോട്ടോയും കാവ്യ ഷെയർ ചെയ്തു. തിരികെടാതെ തെളിഞ്ഞു നിൽക്കുന്ന ഹൃദയദീപമാണ് അച്ഛൻ. ഇന്ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. പ്രാർത്ഥനകൾ എന്നാണ് ഫോട്ടോകൾക്കൊപ്പം കാവ്യ കുറിച്ചത്. ചെന്നൈയിൽ നിന്ന് കാവ്യയ്ക്ക് കൊച്ചിയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം വയ്യാതിരുന്നിട്ടും മാധവൻ ഭാര്യയും കുട്ടി ചെന്നൈയിലേക്ക് പോകുമായിരുന്നു. മാമാട്ടിയും മീനാക്ഷിയും കാണാൻ കൊതിച്ചിരുന്ന ആ അപ്പൂപ്പന്റെ ഹൃദയം എപ്പോഴും ആ കുട്ടികളോടൊപ്പമായിരുന്നു. കാവ്യയുടെ മകൾ മാമാട്ടി കുസൃതി കാണിക്കുമ്പോഴും കൂടെ നിൽക്കുന്നതും കൂട്ടായി നിൽക്കുന്നതുമെല്ലാം മാധവൻ തന്നെയായിരുന്നു. ദിലീപിന്റെ അഭിമുഖങ്ങളിൽ പോലും മാധവനെ പരാമർശിച്ച അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയാം. 2025 ജൂൺ 16 കാവ്യ മാധവന്റെ അച്ഛൻ മരണപ്പെടുത്തത്. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ പി മാധവൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിൽ വെച്ചാണ് മരണമടഞ്ഞത്. നീലേശ്വരക്കാർക്കും സിനിമ ഇൻഡസ്ട്രിയിലുമുള്ളവർക്കും മാധവേട്ടൻ എന്ന നിലയിലായിരുന്നു അദ്ദേഹം പരിചയം. കാവ്യ മാധവന്റെ ഇന്നത്തെ ഈ സ്റ്റാർഡത്തിന് ഏറ്റവും വലിയ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അച്ഛൻ. പേരിനൊപ്പം ചേർത്ത് വെച്ച വെറുമൊരു ഇൻഷ്യൽ മാത്രമല്ല കാവ്യയെ സംബന്ധിച്ച് മാധവൻ എന്ന പേര്. മകൾ സിനിമാ നടിയാവണമെന്ന് ആഗ്രഹിച്ച ഒരു അച്ഛൻ്റെ നിരന്തര ശ്രമം തന്നെയായിരുന്നു. പൂക്കാലം വരവ എന്ന സിനിമയിലൊക്കെ കുട്ടികളിലേക്ക് പരസ്യം കണ്ടാണ് കാവ്യ അതിലേക്ക് അയക്കുന്നത്. എവിടെ കുട്ടികൾക്കുള്ള പരസ്യം കണ്ടാലും എവിടെ ചാൻസുകൾ കണ്ടാലും മകളെ അവിടെ എത്തിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമം നടത്തിയിരുന്നത് മാധവൻ തന്നെയാണ്. സാധാരണ കുട്ടികളെ ഒന്നും അങ്ങനെ അഭിനയിപ്പിക്കാൻ ഇഷ്ടമല്ലാത്ത മാതാപിതാക്കളുടെ ഇടയിൽ കാവ്യയുടെ അച്ഛൻ എന്നും കാവ്യയ്ക്ക് ഒന്നാം നിലയിൽ എത്തുന്നു തന്നെയായിരുന്നു ആഗ്രഹം. നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു. ആ വിവാഹം പിന്നീട് ഫെയിലിയറായി മാറിയപ്പോഴും അടുത്ത വിവാഹത്തിലൂടെ നല്ലത് മാത്രം വരുത്തണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ കൂടെ നിന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തൊരു വിഷയമായി ഇന്ന് മാറുന്നുണ്ട്. ആരാധകരെല്ലാവരും സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന വിഷയമായി മാറാനും മാധവന് സാധിച്ചത് മാധവന്റെ സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. മാധവൻ എന്നും കാവ്യയ്ക്ക് ഒന്നാമതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നേടിക്കൊടുത്തിരുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.